ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രതികരണം ഗവർണറിൽ നിന്നാണ്. വരും തലമുറയെ സനാതനധർമ്മം പഠിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇതിനായി ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണം, ഒപ്പം ഗോശാലയും ആശുപത്രിയും സ്ഥാപിക്കണം. സനാതനധർമ്മം മതമല്ല പഠിപ്പിക്കുന്നത്. ധർമ്മം ഒരു മതം മാത്രം ചെയ്യേണ്ട കാര്യമല്ലെന്നും എല്ലാവരും ചെയ്യേണ്ട കടമയാണെന്നും ഗവർണർ പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ വെങ്കല ശിവപ്രതിമ അനാച്ഛാദനം ചെയ്തതിന് ശേഷമായിരുന്നു ഗവർണറുടെ പ്രതികരണം. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ കല്യാട്, ഗവർണറുടെ പ്രതികരണം സനാതനധർമ്മത്തെക്കുറിച്ച്, പാഠശാലകളെക്കുറിച്ചാണ്. സനാതനധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ഒരു പ്രതികരണം വിവാദമായത് അധികം പിന്നിലല്ല. തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചാ വിഷയമായ ഒരു കാര്യവുമായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഗവർണർ ഏത് പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്? കേരളത്തിൽ ഈ രീതിയിലുള്ള മാറ്റം എങ്ങനെ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്? അതായത് ഗവർണർ ഇന്ന് കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വെങ്കല പ്രതിമയുടെ അനാച്ഛാദനം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണമാണ് ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ സനാതന ധർമ്മം ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാവരും അനുവർത്തിക്കേണ്ടുന്ന അവരുടെ ഒരു ജീവിതചര്യ എന്ന രീതിയിൽ തന്നെ പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരും തലമുറയെ ഈ സനാതന ധർമ്മം പഠിപ്പിക്കണമെന്നും ഈ സനാതനധർമ്മം പഠിപ്പിക്കുന്നതിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ആ സ്കൂളുകളിലും അല്ലെങ്കിൽ ഈ സ്ഥാപിക്കുന്ന അർജുൻ ഒന്ന് തുടരൂ. നമുക്ക് ഇപ്പോൾ ഗവർണറുടെ പ്രതികരണം വന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. And even in our country, this Sanatana Parampara has been always honored. Every time it is honored throughout our country, right from Kashmir to Kanyakumari. All our temples, their temples must have. This is what I have been telling, that we must have one Goshala. All the cattle which is moving around the streets are to be brought. That is our prime duty. We must have one Goshala. One more thing we have to do. We must have one educational institution. Who will otherwise give the teachings and preachings of our Sanatana Dharma to our next generation? Who will give them? അർജുൻ കല്യാട് നമുക്കൊപ്പം ഉണ്ട്. അർജുൻ കല്യാട്, സനാതനധർമ്മത്തെക്കുറിച്ച് ഗവർണർ പറയുന്നത് ശാശ്വതമായ ഒരു ധർമ്മം എന്ന രീതിയിലാണ്. ഏതെങ്കിലും ഒരു മതം എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മതവുമായി അസോസിയേറ്റ് ചെയ്താണ് എപ്പോഴും പറഞ്ഞു കേൾക്കാറ്, ചർച്ച ചെയ്യപ്പെടാറ്, വിവാദമാകാറ്. പക്ഷേ അങ്ങനെയല്ല. വരും തലമുറ ശാശ്വതമായ ഒരു ധർമ്മത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് പശുക്കളെ അടക്കം സംരക്ഷിക്കുന്ന ഒരു ധർമ്മമാണ്. ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണം. അങ്ങനെ പ്രോഗ്രസീവായ ഒരു നിലപാടാണോ ഗവർണർ ഉദ്ദേശിക്കുന്നത്? ഗവർണർ പറയാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഒരു മതം എന്ന രീതിയിലല്ല ഈ സനാതന ധർമ്മം പരിഗണിക്കുന്നത്. അതിന് പുറമെ ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമായി രീതിയിലുള്ള പാരമ്പര്യമായി തന്നെ ഉള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ തന്നെ ഉള്ള കാര്യമാണ് ഈ സനാതന ധർമ്മം. അത് വരും തലമുറയെ കൂടുതൽ പഠിപ്പിക്കുകയും ആ തരത്തിൽ ഈ വരും തലമുറയിൽ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വേളയിൽ ഉദയനിധി സ്റ്റാലിൻ നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഗവർണർ പറയുന്നത് ഈ ധർമ്മം, അതായത് സനാതന ധർമ്മം ഒരു മതത്തിന്റെ ഭാഗമായിട്ടല്ല എന്നും ഒരു മതം മാത്രം ചെയ്യേണ്ട കാര്യമായല്ല ഈ സനാതന ധർമ്മത്തെ കാണേണ്ടതെന്നും അത് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമാണ് എന്നുള്ളതാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് തളിപ്പറമ്പിൽ പറയുന്നത്. ഇന്ന് തളിപ്പറമ്പിൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുമോ എന്നതറിയണം. ഗവർണർ പറഞ്ഞതിൽ എന്താണ് എതിർക്കേണ്ടതുണ്ടോ? അതിലൊക്കെ പ്രതികരണങ്ങൾ ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപക്ഷെ നാളത്തെ പകലിൽ വന്നേക്കാം. ഈ പരാമർശം നേരത്തെയും ചർച്ചയായിട്ടുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ.